കർഷകർ നേരിടേണ്ടി വരുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ മിൽക്ക് ബീറ്റ ഏറ്റവും മികച്ചൊരു പരിഹാര മാർഗമാണ്. കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുവേലിപ്പടി ടാഗോർ ലൈബ്രറിയിൽ മലയാളത്തിലെ പ്രമുഖരായ 3 സാഹിത്യകാരന്മാരായ പി കേശവദേവ്, പൊൻകുന്നം വർക്കി, NB മുഹമ്മദ് എന്നിവരെ അനുസ്മരിച്ചു. തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് സമൂഹത്തിൽ ക്രിയാത്മകമായി ഇടപെടുകയും അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും യാതൊരു ഭയവും കൂടാതെ വിമർശിക്കുകയും ചെയ്തവരായിരുന്നു ഇവർ 3 പേരും. തൂലിക പടവാളാക്കിയ ഇവർ എക്കാലത്തും സ്മരിക്കപ്പെടും. PV വിമൽകുമാർ, JNP രാമകൃഷ്ണൻ, CS ജോസഫ് എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രീത സജ്കുമാറിന്റെ കാവ്യാലാപനത്തോടെ ആരംഭിച്ച യോഗത്തിൽ S സുധീഷ് ഷേണായി, സുൽഫത്ത് ബഷീർ, സായിദ് ഷിഫാസ്, KJ ജോസഫ്, VK ശശിധരൻ മാസ്റ്റർ, ബെന്നി സേവ്യർ, ഷഹീർ അലി എന്നിവർ സംസാരിച്ചു. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് സിനിമ കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് ആകെ ഓർമ്മയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പു, പിന്നെ ആ ഒരു റിക്ഷയിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു സൈഡിലുള്ള ആ ഒരു വങ്ങയൊക്കെ വിശദീകരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഭംഗിയാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ സിനിമ ആ സമയത്ത് കുറച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല, കുറേ കാലമായാലും ഇപ്പം ഞാൻ പ്രശ്നം വരെ എത്തിയപ്പോൾ ഇല്ലാന്ന് ഓർമ്മയില്ല. അപ്പോൾ ആ സമയം മുതലേ അവിടെ ഒരു വിശദീകരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ശരിക്കും ആ ഒരു ഭയങ്കര ഫീലിംഗ് വരുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ പൊൻകുന്നം വർക്കിയെ പറ്റി പറയുമ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ അടിസ്ഥാന പാഠാവലിയിലാണ് പൊൻകുന്നം വർക്കിയുടെ ആദ്യത്തെ കൃതി പഠിക്കുന്നത്. ആ വാഴവെട്ട് എന്നായിരുന്നു ആ കൃതിയുടെ പേര്. ഇത് എനിക്ക് ഓർമ്മയാണ്. 7ാം ക്ലാസ് വരെ. അപ്പോൾ 8ലേക്ക് വന്നപ്പോഴേക്കും മലയാളമൊക്കെ വായിക്കാൻ പഠിച്ചു. അങ്ങനെ ജയിലിൽ കിടന്ന കാലത്ത് പൊൻകുന്നം വർക്കിയെ CPയുടെ ശിഷ്യനായ അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥനായ നീലകണ്ഠാചാര്യർ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, വർക്കി, നിങ്ങൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അവരെ സോഷ്യലിസത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഒരു മാപ്പ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനാണെങ്കിൽ താങ്കൾ തയ്യാറാണെങ്കിൽ താങ്കൾക്കൊരു മാപ്പ് എഴുതി തന്നാൽ മോചിതനാകും. ഇതിൽ നിന്നും എന്ന പ്രശസ്ത എഴുത്തുകാരുടെ പ്രത്യേകതകൾ. അവർ തൊഴിലാളി വർഗത്തിൻ്റെ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ കഥ പറഞ്ഞു. സമൂഹത്തിലെ ജീർണതയ്ക്കെതിരെ തൂലിക ജനിപ്പിച്ചു. ഇവർ പുരോഗമന സാഹിത്യത്തിൻ്റെ തൂണുകൾ. സത്യം പറയാൻ മടിയില്ലാത്തവർ, സാധാരണക്കാരുടെ കൂടെ നിന്നവർ. കേശവദേവ് വിപ്ലവകാരനും എഴുത്തുകാരനും സംസ്ഥാന കേരള സാഹിത്യ പരിഷത്തിൻ്റെ മുൻ പ്രസിഡന്റുമായിരുന്നു. അദ്ദേഹം ചെറുകഥാകൃത്തും നാടകകൃത്തും തൊഴിലാളി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.